ഇതെൻ്റെ അടുക്കള വശത്ത് 4 പാളി ജനലിരുന്ന ഒരു സ്ഥലമായിരുന്നു. ജനൽ അഴുക്കായി തുടങ്ങിയതിനാൽ ആ ജനലെടുത്ത് മാറ്റിയിട്ട് മറ്റൊരു ജനൽ അവിടെ വെക്കാനായിട്ടാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത്. പക്ഷേ പിന്നീടാണ് ചെടികളൊക്കെ വെക്കാൻ തക്കോണമുള്ള രീതിയിലുള്ള കാര്യങ്ങളവിടെ ചെയ്യാമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരികയും പിന്നീട് അത് ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഇതെൻ്റെ കയ്യിലിരുന്ന പഴയ കുറേ കമ്പികളൊക്കെയാണ് കേട്ടോ. പുതിയ കമ്പികളൊന്നും ഞാൻ വാങ്ങിച്ചില്ല. പഴയ ഒരു ഷെഡ് പൊളിച്ചതിൻ്റെതായ കുറേ നല്ല കമ്പികളുണ്ടായിരുന്നു, പൈപ്പുകളുണ്ടായിരുന്നു. ആ പൈപ്പ് വെച്ചാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. ഒരു ജനലിൻ്റെ വലിപ്പം ഉള്ളതുകൊണ്ട് ഒരു സാധാരണ ഒരു ജനലല്ല, നല്ല വലിപ്പമുള്ള ജനലായിരുന്നു. എന്നിരുന്നാലും ഇച്ചിരിയുടെ ഒരു സ്പേസ് എടുക്കുമായിരുന്നെങ്കിൽ ഇച്ചിരിയുടെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു. ഇത് ഭംഗിക്കുറവൊട്ടുമില്ല, എന്നാലും ചെറിയൊരു ഇടുക്കം പോലെ വന്നുപോയി. ഇത് വെൽഡ് ചെയ്ത് വെക്കാനായിട്ട് വന്ന ആളിനോട് എനിക്ക് ഈ ചട്ടി വെക്കാനുള്ള വലുപ്പത്തിൽ ഇതിൻ്റെ ചെടിയും ഇത്രയും ഉണ്ടെന്നുള്ള ഒരളവിൽ അങ്ങ് കാണിച്ചു കൊടുക്കാമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. എനിക്കുള്ള ഒരു പ്ലാന്റ് വെക്കേണ്ട വലിപ്പം എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെതായ രീതികളും പറഞ്ഞു കൊടുത്തപ്പോൾ ആ രീതിയിൽ തന്നെ ആൾ ചെയ്തു തന്നു. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു തന്നല്ലോ. പിന്നെ ഈ ചെടിയും ചട്ടിയോടും ഒക്കെ അത് ചെയ്ത് കഴിഞ്ഞ് വെച്ച് നോക്കിയപ്പം എല്ലാം നല്ല പാകത്തിൽ ഇരിപ്പുണ്ട്. പൈപ്പുകളൊക്കെ നന്നായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൽ പെയിൻ്റൊക്കെ അടിച്ചു. എന്നിട്ട് ചെടികളൊക്കെ ചുമ്മാതെ ഞാനൊന്ന് വെച്ച് നോക്കി. എന്താ പറയുക, എത്ര ഭംഗിയാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ ഭംഗിയാണെന്ന്. ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിൽ കാണാനാണ് കേട്ടോ. അപ്പോൾ നല്ല വെള്ളച്ചട്ടിയിൽ പ്ലാന്റുകൾ വെച്ചപ്പോൾ കുറേ കൂടെ ഭംഗിയായി. എല്ലാം ഇല ഉള്ള പ്ലാന്റുകളാണ് വെച്ചിരിക്കുന്നത്, അല്ലാതെ ഫ്ലവറുള്ള പ്ലാന്റുകളൊന്നും ഞാനിതിൽ വെച്ചിട്ടില്ല. അപ്പം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. എൻ്റെ പൊന്നെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു വിഷയം. ഇതിന് ഈ കള്ളികൾക്കൊക്കെ ഇച്ചിരി വലിയ സ്പേസ് ഉള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള പൂച്ചകളും മറ്റുള്ള ജീവികളൊക്കെ നമ്മുടെ റൂമിലേക്ക് കയറി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴോർത്ത് പിന്നെന്താ അടുത്തത് ചെയ്യേണ്ടത് എങ്ങനെ ചിന്തിച്ചു. എന്നാലും ചെറിയ കണ്ണിയുള്ള വലകൾ മേടിച്ച് പിന്നെയും നല്ലതായിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ കവർ ചെയ്തു. പുറത്തൂടെ നെറ്റടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തു നിന്ന് നമുക്ക് ചെറിയ പ്ലാന്റുകൾ വെക്കാനുള്ള സൗകര്യവും കൂടെ നമുക്ക് കിട്ടി. അപ്പോൾ 2 സൈഡിലും നമുക്ക് നന്നായിട്ട് പ്ലാന്റ് വെക്കാനായിട്ട് പറ്റും. എന്നാൽ പുറത്തു നിന്ന് നോക്കിയാൽ വൃത്തികേടില്ല, അകത്ത് നിന്ന് നോക്കിയാലും വൃത്തികേടില്ലാത്ത രീതിയിൽ പ്ലാന്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊന്ന് ചുമ്മാതൊന്ന് വെച്ച് നോക്കിയതാണ്. എന്നാലും അത് നന്നായി വെച്ച് കഴിയുമ്പം സൂപ്പറാവും കേട്ടോ. ഒന്നും പറയണ്ട, അടിപൊളി, സൂപ്പർ. ഞങ്ങളുടെ ഈ റൂമിലിരുന്ന് ആഹാരം കഴിക്കാനും അല്ലെങ്കിൽ പാചകം ചെയ്യാനും ഒക്കെ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നല്ല കാറ്റും അതുമല്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പച്ചപ്പിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം നമ്മുടെ റൂമിൽ ഉണ്ടായി. എന്നിരുന്നാലും അടിപൊളിയാണ് കേട്ടോ, സൂപ്പറായിരിക്കുന്നു. ഞാൻ ഇതിങ്ങനെ വെച്ചപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. ഒരു ഭാഗ്യപരീക്ഷണം പോലെ ചെയ്തതാണ്. പക്ഷേ അത് നല്ല സൂപ്പറായിരിക്കുന്നു. ഒരിക്കലും ഇങ്ങനൊരു കാര്യം പ്രോത്സാഹിപ്പിക്കുകയല്ല, എന്നാലും നമ്മുടെ വർക്ക് ഏരിയകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു അന്തരീക്ഷം നമുക്ക് വീട്ടിലുണ്ടാവും. അതൊരു കാണാനൊരു വേറൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ക്രമീകരണം നിങ്ങളുടെ വീട്ടിൽ വെക്കാനായിട്ട് ശ്രമിക്കണം. ചെടിയെ ഇഷ്ടപ്പെടുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്കേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ആ ചെടികളെ നമ്മൾ നല്ലതായിട്ട് സംരക്ഷിച്ചാലേ അത് എന്നും നല്ല ഫ്രഷായിട്ട് നിൽക്കത്തുള്ളൂ. അത് ആഴ്ചയിൽ 1 വെച്ച് അതിന് വെള്ളം കൊടുക്കണം. അതിൻ്റെ അഴുക്ക് ഉണങ്ങി വരുന്നതായ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പം അതിനൊരു പ്രത്യേക ഒരു സംരക്ഷണം നമ്മൾ വല്ലപ്പോഴും കൊടുക്കണം. അങ്ങനെ ചെയ്താലേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ കേട്ടോ.
അല്ലാതെ നമ്മുടെ ഒരു ആവേശത്തിന് നമ്മളൊരു ചെടി എടുത്ത് വെച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കുറച്ച് ദിവസത്തേക്ക് ചെടി വെച്ചു അതിനെ നോക്കാതിരുന്നിട്ട് പിന്നെ അത് ഉണങ്ങിക്കരിഞ്ഞ് വാടി തളർന്നിരിക്കുകയാണെങ്കിൽ അത് വേറെ ഒരു നമുക്കൊരു സന്തോഷമില്ലായ്മയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അതെപ്പോഴും ഫ്രഷായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് പ്രത്യേകിച്ച് ഏത് ചെടിയോ, ഒത്തിരി വിലയുടെ ചെടികളൊന്നും വെക്കണമെന്നില്ല, സാധാ ചെടികളൊക്കെ വെച്ചാൽ മതിയെന്നേ, അടിപൊളിയായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ. അത് കാണാൻ ഇത്ര ഭംഗിയുള്ളപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴല്ലേ, ഇങ്ങനെ ഒരു ജനൽ മാറ്റി അല്ലേ ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിൽ വരുവാണെങ്കിൽ ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ കൂടെ ഉണ്ട്. നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ചെടികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും നമ്മുടെ വീടിനുള്ളിലും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും എന്നാണ് ഞാൻ ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം. അപ്പോഴേ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.